ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇന്നലെ ഉണ്ടായിരുന്ന വിധി എന്ന് പറയുന്നത് നമ്മൾ വിധി പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വിധിയായിട്ട് വന്നിരിക്കുന്നത്. ജഡ്ജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫ് 2, 3 അത് അതേപോലെ എടുത്തെഴുതുക, ഇവരുടെ പ്രെയർ അതേപോലെ എടുത്തെഴുതുക. പിന്നെ ഞാനിത് പോലീസിന് ഡയറക്ഷൻ കൊടുക്കുന്നു, പിന്നെ എന്താണ് നടപടി എടുക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ ഒരുപാട് വിവരദോഷികൾ ഡിസ്പോസ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്തു, ശവമടക്കി എന്നൊക്കെ പറയുന്ന വിവരദോഷികൾ, അവനൊക്കെ ഇന്നലെയാണ് മനസ്സിലാക്കി അവൻ ഇത്രയേ ഉള്ളൂ. ഹൈറച്ചോളിയാണെന്ന് നമുക്ക് പണ്ടേ മനസ്സിലായിട്ടായിരുന്നു. അവൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് ഇന്നലെയാണ്. നീക്കം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ അത് നല്ലൊരു നീക്കം തന്നെയാണ്. ഇനി അതിൽ നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ വത്സൻ സാർക്ക് അപ്പീൽ പോകാനുള്ള അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പോകാനുള്ള അവസരങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ലീഡർമാരെ അങ്ങനെ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് കഫം തുന്ന എല്ലാ ലീഡർമാരെയും കഫം തുപ്പിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ മറ്റേ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ കേസിൽ ഞാൻ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അത് തന്നെയാണ്, കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് 1 മാസം കൂടി സമയം, 10 ദിവസം കൂടി സമയം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കേസ് 10/10 മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 9/9 ഈ ഇതിൻ്റെ കൗണ്ടർ അഫിഡവിറ്റ് സൈറ്റിലൊക്കെ അപ്ലോഡായത്. അപ്പോൾ അതിന് ശേഷം ഇവർക്ക് അന്ന് തന്നെ ഇവർക്ക് അത് ലഭ്യമായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ 1 മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇവർക്ക് ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അത് ഫയൽ ചെയ്യാത്തത്. ഇനി അടുത്ത പ്രാവശ്യവും കൊടുക്കില്ല, അടുത്ത പ്രാവശ്യവും അത് നീട്ടിവെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് എന്നുവെച്ചാൽ ഒന്നുമില്ല, എതിർക്കാനൊന്നുമില്ല. എതിർക്കാനെന്നുണ്ടെന്ന് വെച്ചാൽ അന്ന് തന്നെ വിധിയാവും. അപ്പോൾ മാക്സിമം എങ്ങനെയാണ് ഇത് നീട്ടി കൊണ്ടുപോവുക. അപ്പോൾ ഈ നിക്ഷേപകരുണ്ടല്ലോ, ഇവരെ വിശ്വസിക്കുന്ന നിക്ഷേപകർ, അവരെ നമുക്ക് കുറുക്കനെ പ്രേമിച്ച കോഴികൾ എന്ന് പറയാം. നമുക്ക് കുറുക്കനെ പ്രേമിക്കുന്ന കോഴികളാണ് ശരിക്കും. കുറുക്കൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേമിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ കോഴിക്കോടിൻ്റെ എപ്പം വന്ന് നോക്കുന്നത് ഇവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്നൊക്കെയാണ് വിവരം. അപ്പോൾ ഇങ്ങനെ എപ്പം വന്ന് നോക്കുമ്പോൾ കോഴികൾ വിചാരിക്കുമ്പോൾ എൻ്റെ രാത്രിയൊക്കെ വന്ന് നോക്കുന്നു, ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ, ഞാൻ ചോറ് കഴിച്ചിട്ട് ഞാൻ തീറ്റ തന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം എൻ്റെ മുതലാളി എന്നെ കൂട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കുറുക്കൻ്റെ കൂടെ തന്നെ പോകുമെന്ന് വിചാരിക്കുന്ന ആ ഒരു കഥയുണ്ടല്ലോ, അതേപോലെയാണ് ഇപ്പോൾ ഹൈറിച്ചോളികളുടെ അവസ്ഥ. എത്ര നീട്ടിക്കൊണ്ടു പോകുമോ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ മനസ്സും അടുത്ത് ഇതിൽ നിന്ന് പിൻവാങ്ങും. അപ്പോൾ അവസാനം ഇപ്പോൾ ലീഡർമാരെങ്ങനെയാണ് 4 പേരായി ചുരുങ്ങിയത്, അതുപോലെ ഇതിലുള്ള 1000-ഓ 10,000-ഓ ആൾക്കാർ ചുരുങ്ങി ഈ കേസ് ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഖ്യയിലേക്ക് ഒതുങ്ങിത്തീരും. ആ സമയത്ത് കേസ് ഇവരെ തോൽക്കും എന്നുള്ളതാണ്. അത്ര വരെ ഇവരത് ഫൈറ്റ് ചെയ്യും, നീട്ടി വലിച്ച് ഫൈറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവർ എടുക്കുന്ന പയറ്റുന്ന പണി എന്നുള്ളത്, അതാണ്. അപ്പോൾ ഇവർ ഇതേപോലെ മറ്റ് കമ്പനികളിൽ ചേക്കേറി കഴിഞ്ഞാൽ ഇത് അപ്രസക്തമാവും. ഹൈറിച്ച് എന്നുള്ള കാര്യം അവിടെ അവർ അതിൽ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഹൈറിച്ചിൻ്റെ ഗ്രൂപ്പോ ഹൈറിച്ചിൻ്റെ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെയാവും. അപ്പോൾ ആർക്കും ഇത് വേണ്ടാത്ത സമയത്ത് ഇവർ കേസ് പിൻവാങ്ങുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യും. അപ്പോൾ അപ്പോഴേക്കും ഇവരുടെ മറ്റു കാര്യങ്ങൾ, EDയുടെ കേസും കാര്യങ്ങളും ഒക്കെ അത് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇവർക്ക് ആർക്കും ഉത്തരം കൊടുക്കാനുണ്ടാവില്ല. ED അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രമായിരിക്കും ഇവരുടെ എതിരായിട്ടുണ്ടാവുക. ഇവരെ കൂടെ ആരും ഉണ്ടാവില്ല. ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇവർ ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വേറെ ഒരു കാര്യങ്ങൾ ഇപ്പം ഹൈക്കോടതിയിലൊന്നും സെഷൻ കോർട്ടിൽ പറയാനില്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതിയിൽ
ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ സുപ്രീം കോടതിയിൽ ഒരു SLP സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യാതൊരു വിധത്തിലുള്ള റെമഡീസും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ബാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്ത് അതിലെ കാര്യങ്ങൾ, നമ്മുടെ അപ്പീലിൻ്റെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ അപ്പീൽ കഴിഞ്ഞു, നിയമപരമായിട്ട് ഒരു സാധ്യതയുമില്ല, അപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച് നമ്മളത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ, ഒരു അപേക്ഷ ഇത് കീഴ്ക്കോടതിക്ക് പരിശോധിക്കണം, അത് അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ SLP ഫയൽ ചെയ്യും. അതാണ് ഇവിടെ ഇവരെടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേങ്കിൽ പാളിപ്പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ കീഴെയുള്ള ബഡ്സ് കോർട്ടിലും പിന്നെ ഹൈക്കോടതിയിലും അപ്പീല് അല്ലെങ്കിൽ റിട്ട് കൊടുത്തത് അതേ സമയത്താണ് ഇവർ സുപ്രീം കോടതിയിൽ പോകുന്നത്. അത് തീർത്തും ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അത് സുപ്രീം കോടതിയിൽ ആരാണോ ഇവരുടെ എതിർകക്ഷികൾ അവർ ചൂണ്ടിക്കാണിക്കും എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഇവർ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ കളിയാക്കുന്നത് പോലെ ജനീവയിലേക്ക് പോകും, ഇൻ്റർനാഷണൽ കോർട്ടിലേക്ക് ഇവർ പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രസിഡൻറ്റിൻ്റെ ദയാഹർജിയുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കള്ളപ്പണമായിട്ട് പെട്ടിയിലായിട്ട് ഒരുപാട് പൈസ ഇവരുടെയും ലീഡർമാരുടെയും കയ്യിലുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല, സത്യം തന്നെയാണ്. ആഭരണങ്ങളായിട്ട് പിന്നെ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അപ്പോൾ അതെടുത്ത് ഇതുപോലെയുള്ള കോടതി വ്യവഹാരങ്ങൾക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ പിന്നെ നിയമപരമല്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഡിജിറ്റൽ എന്ന് പറയുന്ന സംഭവങ്ങൾ, ഷെയർ എന്ന് പറയുന്ന സംഭവങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ OTT പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ സിനിമ പിടിക്കുന്നതോ അതിലേക്ക് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നതോ അതൊന്നും ഒരു തെറ്റായ കാര്യമല്ല അല്ലേ. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലേക്കൂടെ സെല്ല് നടത്തുന്നത് ഒന്നും തെറ്റായ കാര്യമല്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി സെയിൽസ് എന്ന് പറഞ്ഞ് കട തുറന്ന് വെച്ച് അതിൻ്റെ കൂടെ ഡിജിറ്റൽ വിൽക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ OTT പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ ഷെയർ വിറ്റു എന്നുള്ള കാര്യമാണ്. 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഷെയർ വിറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എതിരായി വന്നത്. അതൊക്കെ ഇനി മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്തു, അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് വന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ED നിങ്ങൾ ചാലഞ്ച് ചെയ്യാത്തത്? നിങ്ങൾ ഇവിടെ എന്ത് തന്നെയായാലും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ED ചാലഞ്ച് ചെയ്തത്? ED ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ ഈ കിടക്കുന്ന 16 എണ്ണം അകത്ത് പോകും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ED ഇവർ ചാലഞ്ച് ചെയ്യാത്തത്. ഇവരുടെ ഒരാൾ മാത്രമേ അകത്ത് പോയിട്ടുള്ളൂ. അതുപോലെ 16 എണ്ണവും അകത്ത് പോകും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവർ ED ചാലഞ്ച് ചെയ്യാത്തത്. അപ്പോൾ ബൈ.